ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് പൾസർ 150. 2018 അവസാനം എടുത്ത് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 72,000-73,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ 7 വർഷത്തെ യൂസർ റിവ്യൂ ആണ്. അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കമൻറ്റ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ, വീടിൻ്റെ മുറ്റത്ത് നിറയെ വണ്ടിയാണല്ലോ എന്ന്. സംഗതി ശരിയാണ്, വീട്ടിൽ 5 വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കാറ് മൂടിയിട്ടിട്ടുണ്ട്, ടാറ്റയുടെ തിയാഗോ ആണ്. അപ്പുറത്തൊരു ജൂപ്പിറ്റർ കാണാം, അതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇനിയൊരു ആക്സസ് ഉണ്ട്, ആ സൈഡിലിരിക്കുന്നുണ്ട്. അത് 2011 മോഡൽ ആക്സസ് ആണ്, 1,00,000 മേലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. കൂടാതെ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു മൈസ്റ്റോ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കമൻറ്റിന് താഴെ തന്നെ റിപ്ലൈ ചെയ്തിരുന്നു. ഇത് എനിക്കെന്താ പണി എന്നായിരുന്നു ആ കമൻറ്റ്. ഈ മുറ്റം നിറയെ വണ്ടിയാണല്ലോ, എന്താണ് പണി എന്നാണ് ചോദിച്ചിരുന്നത്. ഇത് എൻ്റെ പണി എന്താണെന്ന് കുറേ പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ക്വാളിഫിക്കേഷൻ പ്രകാരം ഞാനൊരു അധ്യാപകനാണ്. BSc B.Ed ആണ് കഴിഞ്ഞിട്ടുള്ളത്, മാത്സിലാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഗതി പിടിച്ചിട്ടില്ല, ട്യൂഷനൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കേണ്ടതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ അച്ഛൻ വെൽഡറാണ്, ഇൻഡസ്ട്രിയിലുണ്ട് സ്വന്തമായിട്ട്. ഈ ഷീറ്റ് ഇട്ടത്, അതേപോലെ ഈ ഗേറ്റ്, അങ്ങനെ വീടിൻ്റെ മുകളിൽ ഓടാണ്. അപ്പോൾ ആ ഓട് ചെയ്തത് ഇതൊക്കെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ബൈക്ക് ഉൾപ്പെടെ, ആ ജൂപ്പിറ്റർ ഒഴികെ ബാക്കിയൊക്കെ അച്ഛൻ വാങ്ങിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബും എൻ്റെ ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഇതിലെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള പരീക്ഷണം. എനിവേ, നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ റിവ്യൂയിലേക്കാണ് പോയിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 7 വർഷവും ഏകദേശം 4 മാസമായി. ഏകദേശം കണക്ക് പ്രകാരം ഒരു 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കാരണം നമ്മുടെ മീറ്റർ കേടാണ്. മീറ്ററിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു സെമി ഡിജിറ്റലാണ്, RPM മീറ്റർ അനലോഗാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഡിജിറ്റലായിട്ടാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ വർക്കിംഗ് അല്ല, ഒരു 58,000 കിലോമീറ്റർ ആയപ്പോൾ നിന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പെട്രോൾ അടിക്കുന്ന ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 72,000-73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരിക്കും. പറയാനുള്ളത് ഇനി ഇതിൻ്റെ പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതൊരു 150cc എഞ്ചിനാണ്. ഏകദേശം എനിക്കൊരു 50 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ വണ്ടി ഒരു കാലത്തും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ്. കാരണം മൈലേജ് എനിക്കിപ്പോഴും ഇതിൽ വളരെ ഹൈലൈറ്റാണ്. അതിലും ഹൈലൈറ്റായ കാര്യം ഈ വണ്ടി കിട്ടുമ്പോഴുള്ള എൻ്റെ വിലയാണ്. ഇതിൻ്റെ വില എത്രയെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ആ വിലയ്ക്ക് ഈ വണ്ടി കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഈ വണ്ടി വിൽക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. പിന്നീട് പറയാനുള്ളത്, വണ്ടിയുടെ പ്രധാന ഒരു ഹൈലൈറ്റാണ്, ഈ വണ്ടി നമ്മുടെ ക്യാമറയിലൊന്നും പെടില്ല. ഏത് നിരീക്ഷണ ക്യാമറകളിലൊന്നും പെടില്ല, CCTV ക്യാമറകളിലൊന്നും പെടില്ല. വണ്ടി പെടും, പക്ഷേ അതിൻ്റെ നമ്പർ പെടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 അടി ഉയരത്തുനിന്നാണ് ഇത് കാണിക്കുന്നത്. ഈ 6 അടി ഉയരത്തിനേക്കാൾ ഉയരത്തിലായിരിക്കുമല്ലോ ക്യാമറകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഹൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ നമ്പർ കാണാമല്ലോ. അതുപോലെയാണ് ഇതിൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ താഴ്ന്നു വന്നിട്ട് ഏകദേശം ഒരു, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 അടി ഉയരത്തിലായിരിക്കും. ഈ 4 അടി ഉയരത്തിൽ വന്നാലേ നമ്പർ വ്യക്തമായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 7 വർഷത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ നമ്മുടെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിയമലംഘനങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു ക്യാമറയും പിടിച്ചിട്ടുണ്ട്. അത് പിന്നിൽ നിന്നാണ്. 2 വട്ടം ഫൈൻ കിട്ടി. 2 വട്ടം ഫൈൻ കിട്ടിയത് ഡബിൾ ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ്. ആ 2 വട്ടം ഹെൽമെറ്റ് ഇല്ലാത്തത് വന്നതും പുറകിൽ നിന്നാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പോലീസ് പിടിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്യാമറകളിൽ പെടില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. ഇത് ഇതിൻ്റെ ബേസിക് വേരിയൻ്റാണ്, ക്ലാസിക് 150 ക്ലാസിക് എന്നുള്ള വേരിയൻ്റാണ്. എന്നിട്ട് പോലും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ഇൻ്റർലം ബ്രേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അന്നത്തെ കാലത്ത് ഈ വണ്ടിക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് എന്തുണ്ടായിരുന്നത്, 2 ബ്രേക്കും ഡിസ്ക്കായിട്ടുണ്ടായിരുന്നത്. അതിന് ഏകദേശം ഇതിനേക്കാൾ 20,000 രൂപ അന്ന് കൂടുതലായിരുന്നു. 20,000 രൂപ കുറച്ചെടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ബേസ് വേരിയൻ്റ് എടുത്തത്. അന്ന് ഈ സീറ്റ് സ്പ്ലിറ്റ് സീറ്റൊക്കെ ആയിട്ടുള്ള മോഡലിന് മാത്രമാണ് എന്തുണ്ടായിരുന്നത്, 2 ഡിസ്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഡ്രമ്മും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുമാണ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ സൗണ്ടായിരുന്നു. ഹോണ് പണ്ട് ഭയങ്കര, ആദ്യത്തെ ഹോണ് ഭയങ്കര ലൗഡായിരുന്നു, നല്ല രസമായിരുന്നു കേൾക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ അത്ര തന്നെ ക്വാളിറ്റി പോരാ. ഒരു വട്ടം ഞാൻ അതിൻ്റെ സൗണ്ട് മാറ്റിയിട്ടുണ്ട്, അത് മീൻസ് ഹോണ് കേട് വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ബേസിക് വണ്ടിയാണ്. ബേസിക് എന്നുള്ളതിനപ്പുറം അധിക കാര്യങ്ങളൊന്നുമില്ല. സാധാ ഇൻഡിക്കേറ്റർ, ഹോണ്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, അതുപോലെ എൻജിൻ ഓൺ ഓഫ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബേസിക് വണ്ടി. പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ട് പറയുകയാണെങ്കിൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോസിറ്റീവ് മൈലേജ് തന്നെയാണ്. 50-ന് മേലെ മൈലേജ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സർവീസ് കോസ്റ്റ് പൊതുവേ കുറവാണ്. പക്ഷേ അതിനെക്കുറിച്ച് വേറൊരു കാര്യം കൂടി നെഗറ്റീവ്സിൽ പറയേണ്ടത് അപ്പോൾ പറയാം. പിന്നെ അതുപോലെ റൈഡിങ് കംഫർട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു 100 കിലോമീറ്റേഴ്സ് പെർ ഡേ ഒക്കെ ഞാൻ ഫ്രീക്വൻ്റായിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് മിസ്സിങ് കുറച്ചധികമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മിസ് ചെയ്ത് ഓഫാവുന്നില്ല, ഓഫാവാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാവുന്നുള്ള ഫീൽ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിൻ്റെ കിക്കറാണ് പറയേണ്ടത്, ഒറ്റ ചവിട്ടിന് സ്റ്റാർട്ടാവും. നല്ല കിക്കറാണ്. 7 വർഷത്തിന് പുറവും ഇത്രയും കിലോമീറ്റർ ഓടിയാലും കിക്കർ ഭയങ്കര സ്മൂത്തുമാണ്. അതിനനുസരിച്ച് വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. 2 ലിറ്ററാണ് ഇതിൻ്റെ റിസർവ് കപ്പാസിറ്റി. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ,
ഒരു 2 വർഷം മുമ്പ് വരെയൊക്കെ ഇതിൻ്റെ കമ്പനി സർവീസ് ഗംഭീരമായിരുന്നു. KVR അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറത്തുള്ള KVRലാണ് ഞാൻ കൊണ്ടുപോകൽ. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് ഇവരുടെ സർവീസ് അത്ര തന്നെ ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല ഏറ്റവും അവസാനം പോയപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണമെന്ന്, ബോൾ വൈസർ സംതിങ് എന്തോ മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പുറത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിനേക്കാൾ വളരെയധികം റേറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ഒരു 2 മാസം മുമ്പാണ് പുറത്തുനിന്ന് ഈ വണ്ടിക്ക് ഒരു പണിയെടുപ്പിച്ചത്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യം, ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഇതിനൊരു ദോഷമുള്ള എന്താ വെച്ചാൽ പെട്രോളിൻ്റെ കട്ട, അതായത് ഡിജിറ്റലാണെങ്കിൽ പോലും ആ കട്ടയായിട്ടാണല്ലോ കാണിക്കുക. ആ കട്ട പറ്റ തീർന്നിട്ട് പോലും എൻ്റെ വണ്ടി ഒരു 70 കിലോമീറ്ററൊക്കെ മൈലേജ് ഓടിയിരുന്നു. 70 കിലോമീറ്ററോളം കൂടി ഓടിയിരുന്നു. അഥവാ പെട്രോൾ ഇല്ല എന്നാണ് മീറ്റർ പ്രകാരം കാണിക്കുന്നത്. പക്ഷേ മീറ്ററിലില്ല എന്നാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും, പിന്നീട് ഒരു 70 കിലോമീറ്റർ കൂടി ഓടാമായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെ ഒരു കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഓടിക്കാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല മൈലേജ്, റൈഡിങ് എക്സ്പീരിയൻസ്, ആവശ്യത്തിന് പവറൊക്കെ നൽകുന്ന ഒരു വണ്ടി. നമുക്ക് വല്ലാതെ അടിച്ച് പൊളിച്ച് പോകാനൊന്നല്ല, എന്നെ സംബന്ധിച്ച് ഡെയിലി യൂസാണ്. അപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു നല്ല വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഈ വണ്ടി വാങ്ങുമ്പോൾ 2018 ഡിസംബർ 29-ാം തീയതിയാണ് എനിക്കിത് കൈ കിട്ടുന്നത്. അന്ന് ഈ വണ്ടിക്ക് വില 85,000 രൂപയാണ്. ഇന്ന് ക്ലാസിക് എന്ന് പറയുന്നൊരു വേരിയൻറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഇതിൻ്റെ മുകളിലുള്ള വേരിയൻ്റാണ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ് വെച്ചിട്ട്. പക്ഷേ പണ്ടത്തെ പോലെയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഒക്കെ അവിടെ എന്തുണ്ടാവും, ഓരോ ഗ്രാഫിക്സ്, റെഡ്, അതുപോലെ ഗ്രേ, പിന്നെ ഏതൊരു കളറിൽ ഗ്രീനാണോ സംതിങ്, ഏതൊരു കളറിൽ ഗ്രാഫിക്സ് ഉണ്ടായിരിക്കും. അല്ലാതെ അന്നത്തെ കാലത്ത് ക്ലാസിക്കും സ്റ്റാൻഡേർഡും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് 85,000 രൂപയായിരുന്നു വില എങ്കിൽ അന്ന് അതിന് 95,000 രൂപയായിരുന്നു, വെറും ഗ്രാഫിക്കൽ ചേഞ്ചസിന് വേണ്ടി മാത്രം. പിന്നെ ഡിസ്ക് ബ്രേക്കും സ്പ്ലിറ്റ് സീറ്റും വരുമ്പോഴേക്ക് 1,05,000 മേലെ ഇതിൻ്റെ ഹയർ വേരിയൻറ്റിന് പോകുമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഏകദേശം 1,60,000 രൂപ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ കണക്കിൽ നോക്കുമ്പോൾ വണ്ടി വളരെയധികം വെർത്തായിട്ടുണ്ട്. കാരണം 85,000 രൂപയ്ക്ക് വാങ്ങിയ വണ്ടി 70,000 കിലോമീറ്ററോളം ഓടി. വലിയ സർവീസ് കോസ്റ്റോ കാര്യങ്ങളോ ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓടാതെ വന്നിട്ടില്ല. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ചിലവ് വന്നിട്ടില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി വെർത്തായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്, ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്.